ഹലോ ഗൈസ്, ഈ ചൂടത്ത് നമ്മൾ എവിടെ പോകുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ ആർട്ട് ഓഫ് ലിവിംഗ് ടീം അറേഞ്ച് ചെയ്ത ഒരു പൂൾ പാർട്ടി ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി പോകുന്നത്. ഒരു പൂൾ പാർട്ടിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ മേക്കപ്പ് ചെയ്തതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ അൽക്കമൽ എന്ന ആ ഒരു സ്വിമ്മിംഗ് പൂൾ പ്ലേസിലേക്ക് എത്തി. എല്ലാവരും തന്നെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. എല്ലാവരും എന്താ പറയണ്ടേ, പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പൂളിൽ ഇറങ്ങിയിരുന്നു. ഓൾറെഡി വൈബ് സെറ്റായിരുന്നു മൊത്തത്തിൽ. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഈ ഒരു പാർട്ടി തികച്ചും ഒരു വെറൈറ്റി തന്നെയായിരുന്നു. മൊത്തം ഒരു വൈബായിരുന്നു. ടീച്ചറോ കുട്ടികളോ എല്ലാം ഒരുപോലെ തന്നെ, എല്ലാവരും എൻജോയ്. മാഷൊക്കെ വെള്ളത്തിൽ നിൽക്കുന്ന നിൽപ്പുണ്ടോ? ആഹാ, എന്തായാലും ഇന്നത്തെ പരിപാടി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പങ്കെടുത്ത ഒരുപാട് പൂൾ പാർട്ടികളിൽ വളരെ മനോഹരമായി എന്നാണ്ട് എനിക്ക് തോന്നിയ ഒരു പാർട്ടി തന്നെയായിരുന്നു ഇത്. എല്ലാവരും തന്നെ ഒരേ മൂഡ്, നല്ല അടിച്ചു പൊളിച്ച് തകർത്തു. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിലുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വേറെ തന്നെ വെറൈറ്റിയാണ്. അത് എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് നമ്മൾ എന്താണ് സ്വയം ചിന്തിക്കുന്ന ഇടയ്ക്ക് ആണ് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ്. അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യണം, അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. കാരണം നമ്മൾ എൻജോയ് ചെയ്യുക, എന്നിട്ട് മതി ബാക്കിയുള്ളത്. സ്വയം എൻജോയ് ചെയ്യുക. അങ്ങനെ അടവലിങ്ങിൻ്റെ ടീം അറേഞ്ച് ചെയ്ത ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, ഒന്നിനൊന്ന് മെച്ചം. എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എന്താ പറയണ്ടേ, ആ ഒരു ഡേ ഒരു മനോഹരമായൊരു ദിവസം തന്നെയായിരുന്നു. എല്ലാവരും ഹാപ്പി, കുട്ടികൾ ഹാപ്പി, മുതിർന്നവർ ഹാപ്പി, എല്ലാവരും ഹാപ്പി. എല്ലാവരും ഒരേ വൈബോട് കൂടി വളരെ ഭംഗി ആഘോഷിച്ചു. നമ്മുടെ ശ്രീധരനും ധനേഷനുമൊക്കെ എന്നും ഒരേ ഡ്യൂട്ടി തന്നെ, ഫുഡ് സെർവ് ചെയ്യൽ. അവർ എന്നും അതേ ഒരു പോസ്റ്റിലാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അവരുടെ ആ ഒരു മൈൻഡ് വേറെ തന്നെയാണ്. എല്ലാവരും ഹാപ്പി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ക്രിക്കറ്റ് കളി, അതൊരു വേറെ വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഞാനും വിഘ്നേഷൊക്കെ ഓപ്പണിംഗ് ഇറങ്ങി ഔട്ടാകാതെ എടുത്ത ആ ഒരു റൺസ്, സുനീഷ് ഒരു പുഷ്പം പോലെ അത് നല്ല തകർത്തതാണ്. അവനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഒരു നല്ല ഞങ്ങളുടെ സ്കോർ മറികടക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ ഒറ്റയ്ക്കാണ് അത്രയും റൺസ് എക്സിക്യൂട്ട്. ബാക്കിയുള്ളവരൊക്കെ ഡക്കായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാതെ വൈബോട് കൂടി അങ്ങനെ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് എല്ലാവരും സെറ്റായി. എല്ലാവരും വന്നാണ്ട് ആ ഒരു ഫോട്ടോ സെഷനാണ് ഇത് കാണുന്നത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് ഫോട്ടോ സെഷനൊക്കെ എന്നാണ്ട് വളരെ ഗംഭീരം എന്നുകൊണ്ട് പറയാം. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, കാരണം അത്രയും വൈബായിരുന്നു. താങ്ക് യു.